ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഒരു പോർക്ക് മപ്പാസാണ്. പോർക്ക് മപ്പാസ് ഇത് പോർക്ക് വെച്ചുണ്ടാക്കാം, ബീഫ് വെച്ചുണ്ടാക്കാം, വേറെ ഐറ്റങ്ങളൊക്കെ വെച്ചുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും വെച്ചുണ്ടാക്കാം. നമുക്കപ്പോൾ മീറ്റ് ഐറ്റംസ് ശരിക്കും അതിനകത്ത് നെയ്യുള്ളത് കൊണ്ടാണ് അത് വെച്ചുണ്ടാക്കുന്നത്. പിന്നെ ടേസ്റ്റ് ഇതാണ്, ഇതൊന്നും കൂടുതൽ നാട്ടിലൊക്കെ യൂസ് ചെയ്യാറ്. പോർക്ക് നന്നായിട്ട് ഇത്തിരി വലിയ പീസായിട്ട് സ്ലൈസായിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നല്ല ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ പല ഇതിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അധികം വലിയ മസാലയൊന്നുമില്ല, ഓവർ മസാലയൊന്നും ഇല്ലാണ്ടുള്ള രീതിയിലാണ്. തേങ്ങാപ്പാലാണ് ഇതിനകത്ത് മെയിൻ. അപ്പോൾ ഞാനിനി അത് ഉണ്ടാക്കാനുള്ള മിക്സ് ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തരാം. അതാണ് പോർക്ക്. നല്ല പോർക്കെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ മീറ്റാണ് കൊടുത്തത്. ഷോൾഡർ മീറ്റ് കിട്ടും, തൊലിയൊന്നും ഇല്ലാണ്ട് ഷോൾഡർ മാത്രമായിട്ടുള്ള നല്ല സൂപ്പർ മീറ്റ് കിട്ടും ഇവിടെ. അത് നമ്മളൊരു 2-3 വിരൽ കനത്തിൽ നമ്മൾ കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക. ഒരു ഇത്തിരി നീളവും വീതി കണ്ട എൻ്റെ ഞാൻ കൈ പിടിച്ചാൽ ഒരു വീതി കണ്ടല്ലേ, നിങ്ങൾക്ക് ഒരു ഏകദേശം മനസ്സിലാകത്തക്ക വിധത്തിലുള്ളൊരു വീതിയിലെടുക്കുക. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അധികം കട്ടിയില്ലാണ്ട് എന്നാൽ ഇത്തിരി നീളവും വീതിയിലുള്ള പീസായിട്ട്. എന്നാൽ അതിനകത്ത് കുറച്ച് അത്യാവശ്യം നെയ്യ് ഉണ്ടെന്നാലും ഓവർ നെയ്യ് വേണ്ട, തൊലി വേണ്ട കാര്യമില്ല. തൊലി ഒഴിവാക്കി നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു 1.5 കിലോ ആണ് ആ സാധനം. ബീഫ് പോർക്ക് 1.5 കിലോ. പിന്നെ സവാള 2 വെള്ള സവാള 2 ഒരു ഫുൾ ടിൻ തേങ്ങാപ്പാൽ. അത് നല്ല തിക്കുള്ളാണെങ്കിൽ ഒരു ഫുൾ ടിൻ മതി, അല്ലെങ്കിൽ ഒരു 1.5 ടിൻ. ആ വെള്ളം കളഞ്ഞിട്ട് ഒരു 1.5 ടിൻ ഒപ്പിച്ചെടുക്കുക. അതാണ് പ്രധാനം. പിന്നെ ചില്ലി, കുറച്ച് പച്ചമുളക്, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്, കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2-3 സ്പൂൺ, ഉപ്പ്, വിനെഗർ, ഓയിൽ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിക്കാത്തത്, പിന്നെ പട്ട, ഏലക്കായ്, സ്റ്റാർ, അത്രയും. ഇത് കുരുമുളകെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചതച്ച മുളക്. ദിവ്യത്തിന് കൂടി ക്രഷായിട്ടുള്ള മുളക് പൊടിൻ്റെ ഇത് എടുത്തുന്നുള്ളൂ. അത്രയും സാധനമാണ് ഞാൻ യൂസ്. ഇഞ്ചി ചതയ്ക്കാനായിട്ടാണ്. ഇഞ്ചിയാണ് ചതച്ച് ഇടിയനൊക്കെ ഇവിടെ ഒട്ടുമിക്ക കടയിൽ ഇപ്പോൾ കിട്ടും, ഇവിടെ മേടിക്കാൻ കിട്ടും. ഇത് നമ്മുടെ മിക്സി കിട്ടും മലയാളക്കടയിൽ. നല്ല മിക്സി മലയാളക്കടയിൽ തന്നെ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളി കൂടി ഇടാം. വെളുത്തുള്ളി ഇട്ട് തുള്ളിയും ചതയ്ക്കാം. വെളുത്തുള്ളി ചതച്ചത് അതിലിട്ട് പാത്രം നേരെ അതിനകത്തോട്ട് ഇതുണ്ടോ ഈ പോർക്ക് ഇതങ്ങിടാം. അതിട്ടു. അതിൻ്റെ ശേഷം നമ്മുടെ സവാള ഇട്ടു. ഇതിൽ കറിവേപ്പില ഫ്രോസൺ, അതുകൊണ്ടാണ് അത് എടുത്തു വയ്ക്കാൻ വിട്ടുപോയത്. കുറച്ച് കറിവേപ്പില ഇട്ട് കണ്ട, എടുത്തു വയ്ക്കാൻ നേരത്തെ മറന്നു പോയിരുന്നു നമ്മൾ. കുറച്ച് കറിവേപ്പില ഇട്ടു. ശേഷം ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ടു. പിന്നെ ഈ പൊടിക്കാത്ത മസാലകളൊക്കെ അതുണ്ട്. ആ കറിവേപ്പില നേരത്തെ എടുത്ത് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഈ പൊടിക്കാത്ത പിന്നെ ഇനി മഞ്ഞൾപ്പൊടി ഇതുണ്ട്. അത് നേരത്തെ എടുത്ത് വെച്ചാൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 സ്പൂൺ കാശ്മീരി ചില്ലി, മുളക് പൊടി. കാശ്മീരി ചില്ലി അല്ല, മുളക് പൊടി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇപ്പോൾ ഇടുന്നുള്ളൂ. 1 സ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ ഇടും. ബാക്കി മല്ലിപ്പൊടി നമുക്ക് പിന്നെ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചാൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ. ഉപ്പ് ഒരു 1 സ്പൂൺ, 1 സ്പൂൺ തന്നെ ഇടേണ്ടി വരും. പിന്നെ ബാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ 1 സ്പൂൺ. പിന്നെ ഒരു 3-4 സ്പൂൺ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് 3-4 സ്പൂൺ ഓയിൽ.
ഒഴിക്കട്ടെ. ഇനി അതിന് ശേഷം ഇതിനാണ് ശരിക്കും നമുക്ക് തിരുമ്മ അങ്ങനെയുണ്ട് കണ്ട. ശരിക്കും തിരുമ്മി വയ്ക്കുക. തിരുമ്മിയിട്ട് 1 മണിക്കൂർ തിരുമ്മി വയ്ക്കുക. മൂടി 1 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ് വെച്ചത്. അറിയട്ടെ. അപ്പോൾ അതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മല്ലിപ്പൊടി ബാക്കി വെച്ചിട്ടുണ്ടായി. മല്ലിപ്പൊടി ശരിക്കും പറഞ്ഞാൽ തിക്കും കൊഴുപ്പൊക്കെ കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ ബാക്കി മല്ലിപ്പൊടിയും കൂടി നമ്മളങ്ങോട്ട് ചേർക്കാം. അങ്ങനെ മല്ലിപ്പൊടി ആദ്യമേ ഓവർ ചേർത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനും അത് കരിയാനും സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്ന് വേവിക്കുക. അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തോട് മാറി കിട്ടും. പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ നല്ല തിക്ക് പാലായിരുന്നു ഞാൻ എടുത്ത് വെച്ചിരുന്നതെന്ന് വെച്ചാൽ, കാരണം വെള്ളം ഉണ്ടായത് ഊറ്റി കളഞ്ഞിട്ട് ആ തിക്ക് പാൽ മാത്രമാണ് ഒഴിച്ചതെന്ന് വെച്ചാൽ ഓവർ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇത് വെള്ളം കൂടി വെള്ളം പോലെ ആയിപ്പോവും. പിന്നെ നമ്മളത് കട്ടിയാക്കി എടുക്കണമെങ്കിൽ നല്ലല്ലേ. അപ്പോൾ വെള്ളം കളഞ്ഞിട്ട് തിക്ക് പാൽ മാത്രം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്നുകൂടി തിളപ്പിക്കുക. തിളപ്പിക്കുകയെന്ന് വെച്ചാൽ പാലൊഴിച്ച് കഴിയുമ്പോൾ തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകാണ്ടും അതിങ്ങനെ കട്ടായി പോകാണ്ടൊക്കെ സൂക്ഷിക്കുക. ഇളക്കി സൂക്ഷിച്ച് അധികം തീയില്ലാണ്ട് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതൽ ഇവിടുത്തെ തേങ്ങാപ്പാൽ ടിന്ന് പാലാകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയോ നല്ല ടേസ്റ്റ്. ഇതിന് ശേഷം 1 സ്പൂൺ വിനെഗറും കൂടി ഒഴിക്കണം. വിനെഗർ നമ്മളല്ല ആ സ്ഥാനത്ത് 1 സ്പൂൺ വിനെഗർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിനെഗർ ഒഴിക്കണം. ഞാൻ ആ വീഡിയോ അതിനകത്ത് കിട്ടിയിട്ടില്ല, കിട്ടണമെങ്കിൽ ഞാൻ ഇടാം. നോക്കട്ടെ, ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അതിനകത്ത്. ആ വിനെഗറും കൂടി ഒഴിച്ചിട്ട് വേണം സാധനം ഇറക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് അതിൻ്റെ അടിയിൽ എഴുതുക. അപ്പോൾ എനിക്ക് മുമ്പുള്ള വീഡിയോകളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി അതും നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ഇവിടുത്തെ കുറച്ച് ടൂർ പോകുന്ന വീഡിയോയും കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.